എൻ്റെ ഈ ഒരു പഴയ ഷർട്ട് ഞാൻ കളർ ഡേ ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. അതും എനിക്ക് ചിലവായത് വെറും 10 രൂപയാണ്. 10 രൂപയ്ക്ക് നമ്മളിത് എങ്ങനെയാണ് ഈ രീതിയിലേക്ക് സൂപ്പറാക്കി എടുത്തിട്ടുള്ളതെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 ലിറ്റർ വെള്ളമാണ്. നമുക്ക് ആദ്യം ഈ ഒരു വെള്ളം നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഇത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. 2 ലിറ്റർ വെള്ളത്തിൽ കുറയാതെ തന്നെ എടുക്കണം. ഒരു ഷർട്ട് നമുക്ക് ഡൈ ചെയ്യുന്നതിനാണ് ഏകദേശം 2 ലിറ്റർ വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പം ഈ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് കാത്തിരിക്കാം. അപ്പം നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ശേഷം കളർ മിക്സ് ചെയ്യാൻ വേണ്ടി ഇതിൽ നിന്നും കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് ഡൈ കളർ ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പം ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് വസന്ത ഡൈയിങ് പൗഡർ എന്ന് പറഞ്ഞ് ഫാൻസി സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിയ ഒരു ചെറിയ, അതായത് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. അതെടുത്ത് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കളർ ഡേ ചെയ്യാൻ വേണ്ടി പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റോ പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ബേസിനുകളോ എന്തെങ്കിലുമൊക്കെ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി എടുക്കാവുന്നതാണ്. ഇനി അതല്ല, നേരിട്ട് വെള്ളം തിളപ്പിച്ച് നമുക്ക് അതിലേക്കാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പാത്രങ്ങളും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ്. അപ്പം അതിലേക്ക് നമ്മൾ ആദ്യം തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു കലക്കിയ ആ ഒരു കളർ ഇതിലേക്ക് ചേർക്കുകയാണ്, ഡൈയിങ് കളർ ചേർക്കുകയാണ്. പിന്നീട് നമ്മൾ ഡൈ ചെയ്യാനുള്ള ആ ഒരു ഷർട്ട് എടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് മുക്കി വെക്കുക. അപ്പം ഇത് മുക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ കൈ ആ ഒരു വെള്ളം നല്ല ചൂട് വെള്ളമാണ്, നമുക്ക് കൈ പൊള്ളാതെ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളിത് നന്നായിട്ട് ഇതിലേക്ക് എന്തെങ്കിലും തവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മരക്കഷ്ണോ എന്തെങ്കിലുമൊക്കെ വെച്ച് നന്നായിട്ട് ഇതിലേക്ക് അമർത്തി ഒരു 20 മിനിറ്റ് നമ്മൾ ഇതിനകത്തേക്ക് തന്നെ തിരിച്ചു മറിച്ചുമൊക്കെ നന്നായിട്ട് കളർ പിടിക്കത്തക്ക വിധത്തിൽ ഒന്ന് നന്നായിട്ട് ഇതിലേക്ക് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പിടി ഉപ്പുകല്ല് എടുത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. വെള്ളത്തിൽ കലക്കി ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പം അതിനുവേണ്ടി പ്രത്യേകം വെള്ളം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ഒരു അതിനകത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കളറിൻ്റെ വെള്ളം കുറച്ച് ഒരു തവിക്കകത്ത് അങ്ങനെ എടുത്തിട്ട് ഇതിനകത്ത് ഒഴിച്ചാലും മതി. അപ്പോൾ ഉപ്പുപൊടി നന്നായിട്ട്, ഉപ്പ് ചേർക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പുവെള്ളം ഇതിനകത്ത് ചേർത്ത് ഇളക്കേണ്ടത് ഇതിനകത്ത് കളറ് ഈ നമ്മുടെ ഷർട്ടിൽ പിടിക്കാൻ വേണ്ടിയാണ് നന്നായിട്ട്. അപ്പോൾ ഇത് നമ്മൾ മറക്കാതെ തന്നെ ഇതിനകത്ത് നന്നായിട്ട് ഉപ്പുപൊടി അല്ലെങ്കിൽ ഉപ്പുവെള്ളം നന്നായിട്ട് കലക്കി ചേർക്കേണ്ടത് ആവശ്യകതയാണ്. അപ്പോൾ എങ്കിൽ മാത്രമേ ഇതിനകത്ത് കളർ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് കുറച്ച് ഉപ്പുപൊടി എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് കലക്കി, അല്ലെങ്കിൽ ഉപ്പ് കല്ലാണെങ്കിലും മതി, നന്നായിട്ട് കലക്കി അതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഈ ഷർട്ടൊക്കെ എടുത്ത് മൊത്തം ഒന്ന് ആ ഒരു ഉപ്പുവെള്ളത്തിനകത്തൂടെ ഒന്ന് യോജിക്കുന്ന രീതിയിൽ ഇതുപോലെ ഈ കാണുന്ന രീതിയിലൊന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു 10 മിനിറ്റ് വെക്കണം. ഈ ഒരു ഉപ്പുവെള്ളം ഇതിനകത്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഇതിനകത്തൊന്ന് വെക്കണം. ഒരു 10 മിനിറ്റ് വെച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ഇതിലേക്കൊന്ന് പിടിക്കുകയുള്ളൂ. അപ്പം നല്ല രീതിയിൽ ഒരു 10 മിനിറ്റ് ഇതിലേക്കൊന്ന് അമർത്തി നല്ല രീതിയിലൊന്ന് വെക്കുക. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞു. മൊത്തം ഒരു അരമണിക്കൂറാണ് നമുക്ക് ഈ ഷർട്ട് കളർ ഡൈ ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് നല്ല പച്ചവെള്ളത്തിൽ ഈ ഷർട്ടൊന്ന് കഴുകണം. അപ്പോൾ ആദ്യം കഴുകുമ്പം കുറച്ച് കളറൊക്കെ ആദ്യം നല്ല രീതിയിൽ പോകും. അത് സ്വാഭാവികമാണ്. നല്ല രീതിയിൽ പച്ചവെള്ളത്തിൽ നന്നായിട്ടിത് കഴുകുക. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ സോപ്പിട്ട് കഴുകരുത്. ജസ്റ്റ് ചുമ്മാ പച്ചവെള്ളത്തിൽ ഈ കാണുന്ന രീതിയിൽ ഒന്ന് വാഷ് ചെയ്ത് നോർമലായിട്ടൊന്ന് വാഷ് ചെയ്ത് പിഴിയരുത്. ഷർട്ട് പിഴിയാൻ പാടില്ല. പിഴിയാതെ നമ്മൾ ഈ രീതിയിൽ പച്ചവെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകി ഇതൊന്ന് ഉണങ്ങാൻ അനുവദിക്കണം. അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്തിരിക്കുകയാണ്. നമുക്കിതിന്ന് അയയിലോട്ട് ഉണക്കാൻ വേണ്ടി ഇടാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കളർ ഡൈക്കകത്ത് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നല്ല രീതിയിൽ സോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പിലായിനെ അതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ അത് കളർ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഷർട്ടൊക്കെ ഇവിടെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിരിക്കുകയാണ്. ഇത് ഞാൻ 2 തവണ കഴുകി എടുത്ത് ഉണക്കിയ ഷർട്ടാണ്. കളറൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഷർട്ട് ഡൈ ചെയ്യുന്നതിന് മുമ്പുള്ള ഷർട്ടിൻ്റെ ആ ഒരു അവസ്ഥ. അപ്പോൾ ഇത് നമ്മൾ കളറാക്കി കഴിഞ്ഞിട്ടുള്ള ഷർട്ടിൻ്റെ ആ ഒരു ഭംഗിയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡൈയിങ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഷർട്ട് നന്നായിട്ട് ഉണങ്ങണം. അത് വെയിലത്ത് കിടന്നല്ല, തണലത്ത് കിടത്ത് തന്നെ നന്നായിട്ട് ഉണങ്ങിയെടുക്കുക. അപ്പം ഷർട്ട് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം മാത്രമേ സോപ്പിട്ട് കഴുകാവുള്ളൂ. ആദ്യം തന്നെ പോയിട്ട് സോപ്പിട്ട് കഴുകാൻ പാടില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക്